ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ അവരുടെ ബിസിനസ് പ്രകടനത്തിന്റെ റിസൾട്ടുകൾ ഷെയർ ഹോൾഡേഴ്സിന്റെ അറിവിലേക്കായിട്ട് പ്രസിദ്ധീകരിക്കേണ്ടത് സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് ഓരോ കമ്പനിയുടെ നിർബന്ധ ബാധ്യതയാണ്. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ Q3 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന റിസൾട്ടുകൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു ബിഗിനർ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നല്ല റിസൾട്ട് വന്നാലും ചില സ്റ്റോക്കുകളിലെ പ്രൈസ് താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മോശം റിസൾട്ട് വന്നാലും ചില സ്റ്റോക്കുകളിൽ പ്രൈസ് മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബിഗിനർ ഇൻവെസ്റ്റർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ നമുക്കറിയാം, സാധാരണ ഒരു വർഷം എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ ഡിസംബർ 1 വരെയുള്ള 12 മാസങ്ങളാണ്. ഇതിനെ നമ്മൾ കലണ്ടർ ഇയർ എന്നാണ് പറയുക. അപ്പോൾ എന്നാൽ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള 12 മാസങ്ങളാണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ കലണ്ടർ ഇയർ തന്നെ സാമ്പത്തിക വർഷമായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ 12 മാസങ്ങളെ 4ആയിട്ട് വിഭജിച്ച് 3 മാസങ്ങളുടെ 4 ക്വാർട്ടറുകൾ, അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ 4 പാദങ്ങൾ, ഇംഗ്ലീഷിൽ അതിനെ ഷോർട്ടായിട്ട് Q എന്നും പറയും. ഇപ്പോൾ ഒന്നാം ക്വാർട്ടർ അഥവാ Q1 അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസങ്ങളാണ്. ഈ 3 മാസങ്ങളിലെ കമ്പനികളുടെ റിസൾട്ട് ആ 3 മാസം കഴിഞ്ഞിട്ട് 45 ദിവസത്തിനകം ഒരു ഓഡിറ്റ് റിപ്പോർട്ടോടുകൂടി എക്സ്ചേഞ്ചിൽ സമർപ്പിക്കണമെന്നത് എല്ലാ കമ്പനികളുടെ മേലിലുമുള്ള നിർബന്ധമായിട്ടുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഒരു 3 മാസങ്ങളെ Q2 എന്നും, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളെ Q3 എന്നും, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളെ Q4 എന്നും വിളിക്കും. അപ്പോൾ ഈ 4 ക്വാർട്ടറുകളിൽ Q4 റിസൾട്ട് വരുന്നത് മാർച്ച് മാസത്തെ അടക്കമുള്ള ആ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ക്വാർട്ടർലി റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് അഥവാ ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആനുവൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതും അതിൻ്റെ കൂടെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ കൂടെ റിസൾട്ട് കൂടാതെ ഇൻവെസ്റ്റേഴ്സിനെ നേരിൽ ബന്ധപ്പെട്ട് അവരോടൊരു കോൺഫറൻസ് കോൾ വഴി ഈ കമ്പനിയുടെ മാനേജ്മെന്റ് പരസ്പരം സംവദിക്കാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട്. അപ്പോൾ അവിടെ കമ്പനിയുടെ കറണ്ട് ബിസിനസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചും അല്ലെങ്കിൽ കമ്പനി നേരിടുന്ന ചാലഞ്ചിനെ കുറിച്ചും ഒക്കെ സംശയങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ഉന്നയിക്കാനും അത് മറുപടി പറയാനുള്ള ബാധ്യസ്ഥത കമ്പനിയുടെ മാനേജ്മെന്റിനുണ്ട്. അപ്പോൾ അത്തരം ഒരു കോൺഫറൻസ് കോളിൽ ഇൻവെസ്റ്റേഴ്സിന് പങ്കെടുത്ത് സംശയങ്ങൾ ഉന്നയിക്കാം. എന്നാൽ ആ ഒരു പ്രത്യേക ഡേറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഷെയർ ഹോൾഡേഴ്സിന് കോൺഫറൻസ് കോളിൻ്റെ റെക്കോർഡ് വേർഷനും അതല്ലെങ്കിൽ അവിടെ നടന്ന ചോദ്യോത്തരങ്ങളുടെ ഒരു കുറിപ്പ് രൂപത്തിലുള്ള കോൾ നോട്ട്സും കമ്പനിയുടെ സൈറ്റിലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ അവർ ഫയൽ ചെയ്ത ഡോക്യുമെൻറ്റുകളിലോ അതുപോലെ ഇൻവെസ്റ്റർ റിലേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമുക്ക് അത് കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്യുന്ന ഈ റിസൾട്ട് നമുക്ക് നേരിട്ട് എക്സ്ചേഞ്ച് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നോ അതല്ലെങ്കിൽ വിവിധ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നും ലഭ്യമാകും. ആ റിസൾട്ടിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ടോപ്പ് ലൈൻ, മറ്റൊന്ന് ബോട്ടം ലൈൻ. അപ്പോൾ ഈ ടോപ്പ് ലൈനിൽ പ്രധാനമായിട്ട് വരുന്നത് കമ്പനിയുടെ ആ പർട്ടിക്കുലർ ക്വാർട്ടറിലുള്ള സെയിൽസ് ആണ്. ഈ സെയിൽസിനെ തന്നെയാണ് റവന്യൂ എന്നും പറയുന്നത്. ഇപ്പോൾ ചിലർ അത് സെയിൽസ് റവന്യൂ എന്നും പറയാറുണ്ട്, ചിലർ അതിനെ സെയിൽസ് ഇൻകം എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ സെയിൽസിൻ്റെ ഈ നമ്പേഴ്സ് അത് റൂപ്പി ടേംസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ നമ്മൾ കഴിഞ്ഞു പോയ ക്വാർട്ടറുകളുമായി താരതമ്യം ചെയ്ത് ആ കമ്പനിയുടെ സെയിൽസ് വളരുകയാണോ അല്ലെങ്കിൽ തളരുകയാണോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് 2 വിധത്തിൽ നമുക്ക് താരതമ്യം ചെയ്യാം. ഉദാഹരണത്തിന് Q3 സെയിൽസിനെ Q2 സെയിൽസുമായിട്ട് കമ്പയർ ചെയ്ത് ഇതിൻ്റെ നമ്പർ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ നോക്കുന്നതിന് നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് ഗ്രോത്ത് എന്നാണ് പറയുക. എന്നാൽ ഈ ഒരു താരതമ്യത്തിന് ഒരു പരിമിതിയുണ്ട്. ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി അതിൻ്റെ സെയിൽസ് നമുക്കറിയാം സാധാരണഗതിയിൽ വേനൽക്കാലത്ത് മാർച്ച് അല്ലെങ്കിൽ ജൂൺ ക്വാർട്ടറിലായിരിക്കും നല്ല തോതിലുള്ള സെയിൽസ് നടക്കുക. എന്നാൽ മഴക്കാലമാകുമ്പോൾ മൺസൂൺ കാലഘട്ടത്തിലുള്ള സെപ്റ്റംബർ ക്വാർട്ടറിൽ അത്തരത്തിലുള്ള സെയിൽ അതിനുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ താരതമ്യം ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ സെയിൽസിൽ ചിലപ്പോൾ ഡിപ്പാണ് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ യഥാർത്ഥ വളർച്ചയെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ യഥാർത്ഥ ചിത്രം കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ നടന്ന സെയിൽസിനെ ഈ വർഷത്തെ ആ ഒരു പർട്ടിക്കുലർ ക്വാർട്ടറിൻ്റെ സെയിൽസുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ വർഷത്തെ മഴക്കാലത്തെ സോഫ്റ്റ് ഡ്രിങ്ക് സെയിൽസിനെ കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്തെ ഈ സോഫ്റ്റ് ഡ്രിങ്ക് സെയിൽസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അതുപോലെ ഈ വർഷത്തെ വേനൽക്കാലത്തെ സെയിൽസിനെ കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലത്തെ സെയിൽസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്.
അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇയർ ഓൺ ഇയർ സെയിൽസ് താരതമ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൂചിപ്പിച്ച ഈ ടോപ്പ് ലൈൻ റിസൾട്ട് അല്ലെങ്കിൽ സെയിൽസ് റവന്യൂവിൽ ഉണ്ടാകുന്ന ഈ ഗ്രോത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് കഴിഞ്ഞ ക്വാർട്ടറിൽ 1000 ടൂത്ത് പേസ്റ്റ് വിറ്റ ഒരു കമ്പനി ഒരു ടൂത്ത് പേസ്റ്റിന് 100 രൂപ പ്രകാരം വിറ്റ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ സെയിൽസ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ ഈ വർഷം ടൂത്ത് പേസ്റ്റിന്റെ വില 120 രൂപയായി വർദ്ധിപ്പിച്ചതിനാൽ 100 ടൂത്ത് പേസ്റ്റ് ഈ വർഷം വിറ്റാലും കമ്പനിയുടെ സെയിൽസിൽ 1,20,000 രൂപയായിട്ട് അത് വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ അവിടെ നമ്മൾ പറയും 20% വർധനവുണ്ടായി എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വിറ്റ ക്വാണ്ടിറ്റി സെയിം ആണ്, 1000 ക്വാണ്ടിറ്റിയാണ് വിറ്റത്. അപ്പോൾ സെയിൽസിൽ വർധന ഉണ്ടാകണമെങ്കിൽ 1200 ക്വാണ്ടിറ്റി വിൽക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ വില വർദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് സെയിൽസിൽ വർധന ഉണ്ടായത്, ക്വാണ്ടിറ്റിയിൽ വർധന ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് സെയിൽസ് വോളിയത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പനിയുടെ സെയിൽസ് റവന്യൂ വർദ്ധിക്കുന്നതോടൊപ്പം അതിൻ്റെ സെയിൽസ് വോളിയം വർദ്ധിച്ചിട്ടുണ്ടോ എന്നുകൂടി നോക്കണം. ഇത് രണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ നമുക്ക് ഈ രീതിയിൽ നോക്കാം. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള അല്ലെങ്കിൽ മറ്റ് സർവീസ് കമ്പനികൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഓർഡർ ബുക്കാണ്. അതുപോലെ ഒരു IT കമ്പനി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ കൂടുതലായിട്ട് വളരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലും കൂടി നമ്മൾ അനലൈസ് ചെയ്താലേ കൃത്യമായൊരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി റിസൾട്ടിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ബോട്ടം ലൈനിൽ അവിടെ പ്രധാനമായിട്ട് വരുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ ഈ പ്രോഫിറ്റിന് പല പേരിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതിനെ ഷോർട്ടായിട്ട് പാറ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്നും പറയും. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് അഥവാ ലാഭം എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂവിൽ നിന്നും എല്ലാവിധത്തിലുള്ള എക്സ്പെൻസും കഴിച്ചിട്ട് അവസാനം ആ കമ്പനിയുടെ കയ്യിലുള്ള നീക്കിയിരിപ്പിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് റിസൾട്ടിലെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടം ലൈൻ ഗ്രോത്തും നമ്മൾ പരിശോധിക്കണം. കാരണം ഒരു കമ്പനിയുടെ സെയിൽസ് റവന്യൂ വർദ്ധിച്ചത് കൊണ്ട് മാത്രം കമ്പനി ലാഭത്തിലാവണമെന്നില്ല. അതിൻ്റെ എക്സ്പെൻസും വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാഭം ഉണ്ടാകണമെന്നില്ല. അത് നമുക്ക് ചില കമ്പനികളുടെ റിസൾട്ടിൽ കാണാൻ പറ്റും. സെയിൽസ് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെയിൽസിനെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കമ്പാരിസൺ ചെയ്യാം, അതുപോലെ ഇയർ ഓൺ ഇയറിലും കമ്പാരിസൺ ചെയ്ത് താരതമ്യം ചെയ്യേണ്ടതാണ്. ഇതുപോലെ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും ചില കമ്പനികളുടെ റിസൾട്ടിൽ പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ സെയിൽസിൽ വർധന ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചത്? അപ്പോൾ ഇവിടെയാണ് അതർ ഇൻകം അല്ലെങ്കിൽ അബ്നോർമൽ ഇൻകം അല്ലെങ്കിൽ എക്സെപ്ഷണൽ ഐറ്റം, അതിൽ നിന്നുള്ള ഇൻകം, ഇങ്ങനെ ചില ഹെഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കമ്പനിയുടെ ബിസിനസ്സിലല്ലാതെ ബിസിനസ്സിൽ നിന്ന് പുറത്തു നിന്ന് കമ്പനിക്ക് കിട്ടിയ ഒരു ഇൻകത്തിനെയാണ് നമ്മൾ അതർ ഇൻകം എന്ന്. ഇപ്പോൾ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അവർ സെയിൽ ചെയ്തു, അത് കമ്പനിയുടെ യഥാർത്ഥ ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്ത അവരുടെ അസറ്റ് സെയിൽ ചെയ്തിട്ട് അവർ കിട്ടുന്ന ഇൻകമാണ്. അത് എല്ലാ ക്വാർട്ടറിലും കിട്ടുകയില്ല, അത് ഒരു വൺ ടൈം പ്രോഫിറ്റാണ്. അതൊരിക്കലും നമ്മൾ ഈ ബിസിനസ് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. കമ്പനി അത് ആഡ് ചെയ്തിട്ടായിരിക്കാം റിസൾട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ നമ്മൾ ആ ഇൻകത്തെ വേറെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം അനലൈസ് ചെയ്യേണ്ടത്. ഇത് പല രീതിയിലും കമ്പനിക്ക് ഇതേപോലെ എക്സ്ട്രാ ഇൻകം വരാം. ചിലപ്പോൾ ഏതെങ്കിലും കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപരിഹാരമായിട്ട് ഒരു തുക ലഭിച്ചെന്ന് വരാം. ചിലപ്പോൾ ഏതെങ്കിലും റീഫണ്ട് തിരിച്ചു കിട്ടിയെന്ന് വരാം. GST റീഫണ്ടോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ റീഫണ്ടോ അവർക്ക് തിരിച്ചു കിട്ടി, അതൊരു ഇൻകമായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു തവണ മാത്രം കിട്ടുന്ന ഇൻകമാണ്. ഇത് യഥാർത്ഥ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം അല്ല. അതുകൊണ്ട് അത് വേറെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അനലൈസ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയുക, ഈ ടോപ്പ് ലൈനിലോ ബോട്ടം ലൈനിലോ വരാത്ത ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്. ഇതിനെ എബിറ്റ മാർജിൻ എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ എബിറ്റ? എബിറ്റ എന്ന് പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ സെയിൽസും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കഴിച്ചിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ട്, അതിൽ നിന്നും ഇൻട്രസ്റ്റും ടാക്സും ഡിപ്രിസിയേഷനും അമോർട്ടൈസേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലെത്തുന്നത്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ടാക്സ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ ഇതൊന്നും പരിഗണിക്കാതെ കിട്ടുന്ന ഇൻകം എത്രയാണോ അതാണ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന എബിറ്റ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എബിറ്റ മാർജിൻ എന്ന് പറയുന്നത്. അവിടെ മറ്റ് എക്സ്പെൻസുകൾ, അത് ബിസിനസ്സുമായി ബന്ധമില്ലാത്ത എക്സ്പെൻസുകളാണ്, അത് ആഡ് ചെയ്യാതെയുള്ള, പ്രത്യേകിച്ച് ടാക്സ് ആയാലും ഇൻട്രസ്റ്റ് ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു കാർ നിർമ്മിക്കുമ്പോൾ ആ കാറിന് ഉപയോഗിക്കുന്ന കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ മറ്റ് റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസ് മാത്രം ആഡ് ചെയ്യുന്നു. അവിടെ ഇൻട്രസ്റ്റോ ടാക്സോ തുടങ്ങിയ കാര്യങ്ങൾ ആഡ് ചെയ്യാതെ അതിൻ്റെ പ്രോഫിറ്റ് കണക്കാക്കുന്നു. ഇതിനെയാണ് നമ്മൾ എബിറ്റ മാർജിൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേറെ മനസ്സിലാക്കാൻ സഹായിക്കും. അതാണ് നമ്മൾ എബിറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഇപ്പോൾ
ഇപ്പോൾ നമ്മളൊരു നല്ല റിസൾട്ട് പുറത്ത് വന്നാൽ പോലും സ്റ്റോക്കിൻ്റെ പ്രൈസ് ചിലപ്പോൾ ഇടിയാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വിശദീകരിക്കുമ്പോൾ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു കമ്പനിയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പേ അനലിസ്റ്റുകളും മറ്റ് ബ്രോക്കറേജ് ഹൗസുകളും ഇവരൊക്കെ ആ കമ്പനിയുടെ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു പ്രവചനം നടത്താറുണ്ട്. അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ എത്ര വരുമെന്നും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എത്ര വരുമെന്നും അതിൻ്റെ സെയിൽസ് എത്ര ഉണ്ടാവുമെന്നും ഇവർ മുൻകൂട്ടി പ്രവചിക്കും. ഇങ്ങനെ പല അനലിസ്റ്റുകളും പ്രവചിക്കുമ്പോൾ മൊത്തത്തിൽ കൺസെൻസസ് അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമവായത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനോട് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടാണോ വരുന്നതെന്ന് നമ്മൾ റിസൾട്ട് ദിവസം പരിശോധിക്കും. അപ്പോൾ അത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിൻ്റെ അതേപോലെയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും റിസൾട്ടിൽ പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് വന്നു എന്ന് നമ്മൾ പറയും. എന്നാൽ ആ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് താഴെയാണ് വന്നതെങ്കിൽ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. എന്നാൽ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ നല്ല റിസൾട്ടാണ് വന്നതെങ്കിൽ നമ്മളത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തു എന്നും പറയും. എന്നാൽ ഇങ്ങനെയൊക്കെ വന്നാലും സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത റിസൾട്ട് വന്നാലും ചിലപ്പോൾ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകാറുണ്ട്. അതിൻ്റെ കാരണം റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി മാനേജ്മെൻറ്റ് പറയുന്ന മാർജിൻ ഗൈഡൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗൈഡൻസ്, അതിൽ കമ്പനിക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തിനെ കുറിച്ചും അല്ലെങ്കിൽ കമ്പനി നേരിടാൻ പോകുന്ന വെല്ലുവിളിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് പോകും. അത് നെഗറ്റീവ് ആണെങ്കിൽ നല്ല റിസൾട്ട് ആണെങ്കിലും സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, ടാറ്റ മോട്ടോഴ്സ് അവർ പറഞ്ഞു അടുത്ത 2 ക്വാർട്ടർ റിസൾട്ടുകൾ മോശമാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്കിൻ്റെ നല്ല റിസൾട്ട് വന്നിട്ട് പോലും സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത് കറണ്ട് അവസ്ഥ നോക്കിയിട്ടല്ല, ഇപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ബിസിനസ് അവസ്ഥ നോക്കിയിട്ടല്ല, ഭാവിയിലുള്ള ഫ്യൂച്ചർ ഗ്രോത്ത് സാധ്യതയാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില സ്റ്റോക്കുകളുടെ റിസൾട്ട് ഇപ്പോൾ മോശമായാലും അവരുടെ മാർജിൻ ഗൈഡൻസിൽ ഫ്യൂച്ചർ സാധ്യതകളെ പറ്റിയും ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റിയും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകും. പ്രൈസ് റിസൾട്ട് മോശമായാലും മുകളിലേക്ക് പോകും. ചില സമയത്ത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനോട് അതേപോലെ റിസൾട്ട് വന്നാലും താഴോട്ടേക്ക് പോകണ്ട. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനനുസരിച്ചിട്ട് ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ടേം ട്രേഡേഴ്സൊക്കെ ഇതിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവും. അങ്ങനെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സാധ്യതകളുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ റിസൾട്ടിനെ മനസ്സിലാക്കാൻ. ഇനി മറ്റൊരു പ്രശ്നമുള്ളത്, ഇങ്ങനെ വരുന്ന റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്റ്റോക്ക് ബൈ ചെയ്യണോ സെൽ ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്നുള്ളതാണ്. ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് മോശമായാലും നമ്മൾ പിന്നെയും ഒരു 2-3 ക്വാർട്ടറുകളിൽ അതിൻ്റെ റിസൾട്ട് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റോക്കിൽ നമ്മൾ എക്സിറ്റ് ആകേണ്ട ആവശ്യമുള്ളൂ. അതല്ല ഒരു ക്വാർട്ടർ മോശമായി എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിൽ എക്സിറ്റ് ആകുന്നത് ഒരിക്കലും നല്ലൊരു തീരുമാനമല്ല. കാരണം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസും ഇനി വരാൻ പോകുന്ന പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആവുക. അപ്പോൾ കൺസിസ്റ്റൻ്റ് എന്ന വാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്രമാനുഗതമായിട്ടുള്ള താഴോട്ടേക്ക് പോക്കാണോ അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ടുള്ള ഒരു മുന്നോട്ടേക്ക് പോക്കാണോ ആ സ്റ്റോക്കിൽ സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബൈ സെൽ ഹോൾഡ് ഒക്കെ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 ക്വാർട്ടറുകളുടെ ഒരു റിസൾട്ട് നമ്മൾ തീർച്ചയായിട്ടും അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു സ്റ്റോക്കിൽ ബൈ സെൽ അല്ലെങ്കിൽ ഹോൾഡ് ഡിസിഷനൊക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.